ഫസ്റ്റ് മൂവി ആക്ച്വലി ഒരുപാട് സിനിമകളിൽ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് ചാൻസ് വെച്ചിട്ട് കുറേ നടന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ആ പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് ആ സിനിമ സംഭവിച്ചത് തന്നെ. ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു തോന്നുന്നു. അപ്പോൾ അത് പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ല. ബേസിക്കലി എനിക്ക് കഥ പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഓഡിയൻസ് ഫസ്റ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് കഥ പറയുന്ന സമയത്ത് അവരാണ് നമ്മുടെ ഫസ്റ്റ് ഓഡിയൻസ്. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ്. ചിരിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. ഈ സിനിമയുടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിനേക്കാളും താല്പര്യം പുറകെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം എനിക്ക് ഇപ്പോൾ ഈ ജനറേഷനിലുള്ള പലർക്കും ഇല്ലാത്ത അനുഭവങ്ങളാണ്. അനുഭവങ്ങളിൽ നിന്നാണ് നല്ല കഥകൾ ഉണ്ടാവുക. നമസ്കാരം, വെൽക്കം ടു ഗ്ലോബൽ വുഡ് റെക്കോർഡ്സ്. ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് റൈറ്റർ കം ഡയറക്ടറായ ഓഫ് മെനി മൂവീസ് ലൈക്ക് ലിറ്റിൽ ഹാർട്സ്, മെമ്പർ രമേശൻ ആൻഡ് മെനി മോർ ടു കം, എബി ട്രീസ പോൾ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഓക്കെ, സോ ഹൗ ഈസ് എവറിഥിങ് ഗോയിങ്? എല്ലാം നന്നായിട്ട് പോകുന്നു. അടുത്ത പടത്തിൻ്റെ വർക്കുകളിലാണ്. ഓക്കെ, അടുത്ത പടം എനിക്കൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഐ മീൻ ദ പോസ്റ്റേഴ്സ്. അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഐ മീൻ ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്കുകൾ നടക്കുന്നു. എഴുത്തെല്ലാം കഴിഞ്ഞാണ്. അതിന് കുറച്ച് 2 സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യാനുള്ള, കേരളത്തിന് പുറത്ത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സിനിമയാണ്. ഡെബ്യൂ ഡയറക്ടറാണ്, വിജീഷ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടക്കുന്നു. നമുക്ക് ദുബായ്, ലക്ഷദ്വീപാണ് ഷൂട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം ലക്ഷദ്വീപിൽ നമുക്ക് അങ്ങനെ അത്ര ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് കണ്ടീഷൻസ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. സോ അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് വെൻ യു കം ഇൻ ടു ദ മൂവി ഫീൽഡ്, ഒരു റൈറ്റർ കം ഡയറക്ടറായിട്ടാണ് വന്നത്, ഒരു കോംബോ ഓഫറായിട്ടാണ് മൂവിയിലേക്ക് വന്നത്. സോ ഹൗ വാസ് ഇറ്റ് ഫോർ യു? ഹൗ ഡിഡ് ഹാപ്പൻ ടു യു? ആക്ച്വലി ഞാൻ ആരെ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ 2 മൂവി ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഒരു ആൻഡോ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡയറക്ടറും ഞങ്ങൾ ഒരുമിച്ചാണ് 2 പടം ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കോളേജിൽ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റിയോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നത്തിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ റിയോണിൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. പിന്നെ ഞങ്ങൾ ഗ്രാജുവലി കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ, നമുക്ക് ആക്ച്വലി സ്ക്രിപ്റ്റ് ചെയ്താൽ പോലും അറിയില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ ബുക്കുകൾ ഉണ്ടാവും. ഇതെല്ലാം പർച്ചേസ് ചെയ്ത് വാങ്ങി അത് വായിച്ച് നമ്മളൊന്ന് ശ്രമിച്ച് നോക്കി. അതിൻ്റെ ഒരു കഥ ഫുള്ളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നതിലേക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഇറങ്ങി തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് കുറേ നാൾ വർക്ക് ചെയ്തു. അങ്ങനെ റിയോൺ ത്രൂ ആണ് ആൻഡോ ആയിട്ട് ഞാൻ പരിചയപ്പെടുന്നതും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ സിനിമയിലേക്ക് എത്തിയത്, തന്നെ മെമ്പർ രമേശനിലേക്ക് എത്തിയത്. എത്ര നാളെടുത്തു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവാൻ? ഫസ്റ്റ് ആക്ച്വലി മെമ്പർ രമേശനല്ല ഞങ്ങൾ ചെയ്യാനിരുന്നൊരു മൂവി. ഞാൻ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു അതൊരു ആക്ഷൻ ത്രില്ലർ പരിപാടിയായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി 2014 തുടങ്ങി വർക്ക് ചെയ്ത് എടുത്തൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ അത് നമുക്ക് ആക്ച്വലി കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആരുമായിട്ടും ഇൻഡസ്ട്രിയിൽ ആരുമായിട്ടും കോണ്ടാക്ട്സ് ഇല്ല. നമ്മൾ ആ സമയത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റ അത്ര ആയിട്ടില്ല. മാക്സിമം നമുക്ക് പറ്റാവുന്ന എല്ലാവർക്കും മെസ്സേജ് അയക്കും. അങ്ങനെ നമുക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഫാൻ ആയിട്ടുള്ളൊരു പയ്യൻ നമുക്കൊരു കോണ്ടാക്റ്റ് തന്നു, ആർട്ടിസ്റ്റിൻ്റെ മാനേജറുടെ. അങ്ങനെ ഞങ്ങൾ മാനേജറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. മാനേജർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ അത് നടന്നില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ബോബൻ സാറും മോളി മാഡവും, അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഈ കഥ പിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നേരെ അവരുടെ മകനുണ്ട് മെബിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മെബിൻ്റെ സുഹൃത്തായിരുന്നു അർജുൻ അശോകൻ. അപ്പോൾ അർജുൻ്റെ അടുത്ത് നമ്മൾ കഥ പറയുന്നു. ഇൻ്റർവ്യൂവിൽ വരെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അർജുന് അത് വർക്കായിരുന്നു. ആക്ച്വലി നമ്മൾ ചെയ്ത സിനിമ അതല്ല. അതിനു മുന്നേ നമ്മളൊരു റോംകോം ഒരു സ്ക്രിപ്റ്റ് ആണ് ഞാനും ആൻഡോയും ആക്ച്വലി ആദ്യം എഴുതിയിരുന്നത്. അത് പറയാനായിട്ടാണ് അർജുൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് അർജുൻ പറഞ്ഞു അതിനകത്ത് കുറച്ച് പോർഷൻസ് അവൻ റീസെൻ്റായിട്ട് ചെയ്ത ഒരു മൂവി ഉണ്ടായിരുന്നു, ജൂൺ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ നമ്മൾ അന്ന് വർക്ക് ചെയ്ത് വെച്ച ഒരു സ്റ്റോറി ഓർമ്മയിൽ വന്നു. കാരണം ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് മീറ്റിംഗ് കിട്ടണമെന്നില്ല. അപ്പോൾ ആ മീറ്റിംഗ് തീരുന്നതിന് മുന്നേ കാറിൽ കയറിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. ഇൻട്രോൽ ബ്ലോക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവനത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ഇത് പിടിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി വീണ്ടും സ്ക്രിപ്റ്റ് നമ്മൾ ഒരു 3-4 വർഷം മുന്നേ എഴുതി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതെല്ലാം അല്ല, ഞാൻ ഈ പറഞ്ഞ ചെയ്യാനിരുന്ന മൂവിയുടെ
എന്നിട്ട് ഞങ്ങളൊരു 2-3 ആഴ്ച ഇരുന്നിട്ട് ഫുൾ ഒന്ന് റീവർക്ക് ചെയ്തു. അങ്ങനെ അതൊരു പ്രൊജക്റ്റിലേക്കായി. ബാക്കി നമ്മളെല്ലാം ലൊക്കേഷൻസ് എല്ലാം കണ്ടു. പീരുമേട്, കമ്പം, തേനിയൊക്കെ ആയിരുന്നു ലൊക്കേഷൻസ്. അപ്പോൾ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അർജുന ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വരുന്നൊരു പ്രൊജക്റ്റായിട്ടാണ് നമ്മളന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അതിന് ശേഷം അനൗൺസ്മെൻറ്റ് നമ്മളതിൻ്റെ കാസ്റ്റിംഗ് കോളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിന് ശേഷം പിന്നീട് കുറച്ച് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രൊജക്റ്റിൽ നിന്ന് നമുക്കൊന്ന് മാറേണ്ടി വന്നു. ബഡ്ജറ്റ് വൈസും ഒക്കെ കുറച്ച് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുകളിൽ പോകുന്നു. പിന്നെ അർജുന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആ സമയത്ത് ഉണ്ടായിരുന്നു, ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആക്ഷൻ ബേസ്ഡ് ഒരു പരിപാടിയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഒരു ഡിസ്കഷൻ വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്ക്രിപ്റ്റ് വേറെ ഒന്നുമില്ല. ഇങ്ങനൊരു നമ്മുടെ ഒരു പരിചയത്തിലുള്ളൊരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു 24-ാമത്തെ വയസ്സിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മെമ്പറായി. അവൻ്റെ ലൈഫ് സത്യസന്ധനായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവന് കൈക്കൂലി വാങ്ങാൻ അറിയില്ല, വേറെ കാര്യങ്ങളിൽ ഇടപെടാൻ അറിയില്ല, ഐ മീൻ റോങ് ആയിട്ട് ഇടപെടാനൊന്നും അറിയില്ല. സത്യത്തിൻ്റെ പാതയിലൂടെ പോയിട്ട് ഒരാളായിരുന്നു. അപ്പോൾ അത് അവനെ ഭയങ്കര ലൈഫിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തോട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി അറിയാമല്ലോ, സിനിമ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ വന്നവരാണ്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് മൂവി ഡ്രോപ്പായി കഴിഞ്ഞാൽ അത്ര ഈസി അല്ല അടുത്തൊരെണ്ണം പൊക്കി കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സബ്ജക്റ്റിലിരുന്ന് വർക്ക് ചെയ്തു. അത് അധികം നാൾ സ്ക്രിപ്റ്റ് എഴുതാനൊന്നും ടൈം കിട്ടിയില്ല. വളരെ കുറച്ച് നാളുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി. നമ്മുടെ നാട്ടിലൊക്കെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെയും കൂടെ ഉണ്ടായിരുന്ന ആളുടെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. കോവിഡിന് തൊട്ട് മുമ്പായിരുന്നു മെമ്പർ രമേശിൻ്റെ ഷൂട്ട് നടന്നത്. മെമ്പർ രമേശിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പാക്കപ്പ് ആയതിൻ്റെ പിറ്റേന്ന് ലോക്ക്ഡൗൺ ആയി. ഭാഗ്യം ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ പടം റിലീസാവുന്നത്. കാരണം ഒരു അൺസർട്ടനിറ്റി ഫുള്ളായിട്ട് വന്നല്ലോ. അങ്ങനെയാണ് ഫസ്റ്റ് പടത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പടം അവിടെ സെറ്റായി. അപ്പം പൊതുവേ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് പടം കയറുന്നത് തന്നെ അതൊരു വലിയ ഡിഫിക്കൽട്ടിയാണ്, സ്ട്രഗിളാണ്. പക്ഷെ കയറി കഴിഞ്ഞ് നമ്മളൊരു സാധനം പ്രൂവ് ചെയ്ത് കഴിയുമ്പം ആ പ്രൂവ് ചെയ്ത സാധനം മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. സോ സെക്കൻഡ് പടം ചെയ്യാൻ നേരത്ത് ആ ഒരു പ്രഷർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വെൻ യു വർ ഡൂയിങ് ലിറ്റിൽ ഹാർട്ട്സ്? ഡെഫിനറ്റ്ലി, ഉറപ്പായിട്ടും. കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യാനായിട്ട് ഫസ്റ്റ് മൂവി ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമെന്ന് തോന്നുന്നു. നമ്മൾ വൺസ് ഇൻഡസ്ട്രിയിൽ കയറി വലിയൊരു ഹിറ്റ് ആയതിന് കയ്യിലുണ്ടെങ്കിലാണ് നമുക്ക് അത് ഈസി ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. അത് എല്ലാം ഇപ്പോൾ നമ്മുടെ മലയാളത്തിലിപ്പോൾ ഒരു 200 സിനിമ ഒരു വർഷം ഇറങ്ങുന്നുണ്ടെങ്കിൽ എത്ര സിനിമകൾ ഹിറ്റ് ആവുന്നുണ്ടെന്നുള്ളത് കൂടി നമുക്ക്, ബാക്കി എല്ലാ ഡയറക്ടേഴ്സും ഇതുപോലെ തന്നെയാണ്. വളരെ ചുരുക്കം ആർട്ടിസ്റ്റുകളാണ് നമുക്കുള്ളൂ ലീഡ് ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമ എന്നല്ല എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മെയിൻ ഏറ്റവും പ്രഷർ അതിലാണ്. നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ തോന്നും ഒരു സിനിമ എങ്ങനെയെങ്കിലും ചെയ്താൽ മതി എന്ന് തോന്നും. കയറി കഴിഞ്ഞ് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകൽ കുറച്ച് ഹിമാലയൻ ടാസ്ക്കാണ്. അതെ. അപ്പം ലിറ്റിൽ ഹാർട്ട്സിൻ്റെ സെറ്റിലെ വിശേഷങ്ങളൊന്ന് പറയാം. ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എ വെരി ഫണി മൂവി. അപ്പം ത്രൂ ഔട്ട് ഒരു സെറ്റിൻ്റെ എക്സ്പീരിയൻസും ഭയങ്കര ഫണ്ണി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായ ഒരു സെറ്റായിരിക്കണം. സെറ്റിൽ ആക്ച്വലി ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഇത് ആദ്യം പെപ്പേനെ വെച്ചിട്ടായിരുന്നു നമ്മൾ കാസ്റ്റിംഗ് കോളിൽ അനൗൺസ് ചെയ്തത്. ആക്ച്വലി ഞാനും എൻ്റെ കൂടെയുള്ള ഡയറക്ടറും കൂടിയിട്ട്, രാജേഷ് പിന്നാടൻ എന്നാണ് എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത ആളുടെ പേര്. അപ്പോൾ ആളെ നമ്മൾ പുള്ളി ആ സമയത്ത് വിലായത്ത് ബുദ്ധൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ അടുത്തൊരു കഥയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആളുടെ വീട്ടിൽ പോയി ആളെ പിക്ക് ചെയ്ത് എറണാകുളത്ത് നമ്മുടെ സ്പേസിലിരുന്ന് കഥകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോയിന്റിൽ ഞങ്ങൾ ആ ടൈമിൽ കോവിഡിൻ്റെ ടൈമിൽ നമ്മൾ വെറുതെ ഇരുന്ന ടൈമിൽ കുറേ സിനിമകൾ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പടം ചെയ്തത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുറേ ഐഡിയാസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റാൻഡമായിട്ട് പുള്ളിയുടെ അടുത്ത് നമ്മുടെ കയ്യിലുള്ള ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അന്ന് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഐഡിയ ആയിരുന്നില്ല. അതൊരു കോവിഡ് ടൈമിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ 2 വീടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു തോട്ടായിരുന്നു. അതായത് കല്യാണം കഴിഞ്ഞ് സാധാരണ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. പക്ഷെ നമ്മുടെ കഥയിൽ ചെറുക്കന് പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരുന്നു. അവിടെ ബ്രദർ പുറത്തുനിന്ന് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അയാൾ വരുമ്പോഴാണ് അറിയുന്നത് അയാൾ ഗേ ആണെന്നുള്ളത്. അങ്ങനെ ഒരു തോട്ടായിരുന്നു നമ്മളുടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഇന്ന് രാത്രിയിൽ രാജേഷ് ഏട്ടനായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏർലി മോർണിംഗ് വരെ നമ്മളൊരു പരിപാടി, ഒരു സ്റ്റോറി ഐഡിയ ഡെവലപ്പ് ചെയ്തു. രാവിലെ എണീറ്റ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ഇതിൽ എന്തോ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നമ്മൾ പെപ്പെ എൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെപ്പേനെ വിളിച്ചു. പിറ്റത്തെ ദിവസം തന്നെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, കഥ പറഞ്ഞു. ആൾ ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ 3 ദിവസത്തിൽ പടം ഓണായി. റിലീസായപ്പോൾ 3 വർഷം കഴിഞ്ഞു. പിന്നെ ഷൂട്ട് ആക്ച്വലി അതിനുശേഷം പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ വന്ന്, ഡേറ്റ് ക്ലാഷും അങ്ങനെ കുറച്ച് വന്നതിന് ശേഷമാണ് പെപ്പെ മാറി
പരിക്കുകൾ കുറച്ച് വന്നായിരുന്നു RDXൻ്റെ ടൈമിലൊക്കെ. അപ്പോൾ നമ്മുടെ ഡേറ്റ് ക്ലാഷൊക്കെ ഒന്ന് അങ്ങനെ മാറി ഷെയ്നിലേക്ക് എത്തി. ഷെയ്ൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്നെ നമ്മളാരും അങ്ങനെ ഒരു ക്യാരക്ടറിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ആ സമയത്ത് നെക്സ്റ്റ് ഇനി എന്തെന്നുള്ളൊരു ചിന്ത വന്ന സമയത്ത് ഓക്കെ എന്നാൽ നമ്മളാണ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറഞ്ഞത് ഷെയ്ൻ്റെ അടുത്ത് നമുക്കൊന്ന് അപ്രോച്ച് ചെയ്താലോ എന്നുള്ളത്. കാരണം ഒരു ഫാമിലി ബോയ് കുറച്ച് ഇളകി ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്, പിന്നെ ഒരു കട്ടപ്പനക്കാരനാണ്. അപ്പം അങ്ങനെ ഒരു കഥാപാത്രം പുള്ളി ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഷെയ്ൻ്റെ അടുത്ത് ചെല്ലുന്നു, ഷെയ്ൻ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഓക്കെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതിനുശേഷമാണ് ആക്ച്വലി പടത്തിന് പേരിട്ട് തന്നെ ലിറ്റിൽ ആർട്സ് എന്നുള്ള പേര് പിന്നീടാണ് വന്നത്. പിന്നെ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. ആ സമയത്ത് അനക എന്ന് പറഞ്ഞൊരു ഹീറോയിനായിരുന്നു നമ്മുടെ ഇത് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ഡേറ്റ് ക്ലാഷ് വന്നു. നമ്മൾ ഡേറ്റ്സ് സിനിമയിൽ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ അടുത്ത ആഴ്ച ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് ഒരാഴ്ച മാറിയാൽ തന്നെ ബാക്കി എല്ലാവരും ഡേറ്റ്സ് ക്ലാഷ് ആവും. അപ്പം അങ്ങനെ അവർക്കൊരു നമ്മൾ ഷൂട്ട് തുടങ്ങി 3-ാമത്തെ ദിവസമാണ് ആൾക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. പിന്നെ നമുക്ക് ഹീറോയിൻ ഇല്ല. അവിടെ നിന്ന് തുടങ്ങി ലിറ്റിൽ ആർട്സിൻ്റെ കഥകൾ. ആക്ച്വലി ഒരു സിനിമയ്ക്കുള്ള ഒരു കണ്ടന്റ് ഉണ്ട് മൊത്തത്തിൽ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തീരില്ല. അടുത്ത സിനിമ ഞങ്ങളിപ്പോൾ ആക്ച്വലി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. അതിനകത്തൊരു ഫസ്റ്റ് മൂവിയും സെക്കൻഡ് മൂവിയും, ഫസ്റ്റ് മൂവി ആക്ച്വലി എൻ്റെ നാട്ടിലാണ് കുറേ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗ്രാമത്തിൽ ആദ്യമായിട്ടൊരു ഷൂട്ടിംഗ് വരുന്നതിൻ്റെ, പിന്നെ ഞങ്ങളുടെ നാട്ടുകാർ ഫുള്ള് ഷൂട്ട് കാണുന്നത് ആദ്യത്തെ ആ ഒരു സിനിമയിലാണ്. ഐ മീൻ അവിടെ നാട്ടിൽ ഷൂട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കളിച്ചു വരുന്ന ഗ്രൗണ്ടും തോടും ഇവിടെയൊക്കെയായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ലിറ്റിൽ ആർട്സിൽ വേറെ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഷൂട്ട് നമ്മൾ മഴയായിട്ടും അല്ലാതെയും ഡേറ്റ് ക്ലാഷുകൾ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് പുതിയൊരു സിനിമ ഉണ്ടാക്കാനുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റില്ല, കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ ഒരു ക്രൂവിനെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഇപ്പം ചുമ്മാ ഒരു ക്ലാസ്സിലെ ലീഡറിനോട് ചോദിച്ചാൽ തന്നെ പറയുമോ തലവേദനയായ ക്ലാസ് കൊണ്ട് നടക്കുന്നതാണ്. അപ്പം ഇത്രയും നമ്പർ ഓഫ് ആൾക്കാരുള്ള ഒരു ക്രൂവിനെ ഡിറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. സോ ആ ഒരു ടാസ്ക് ഫസ്റ്റ് മൂവിയിൽ തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം എന്തായിരുന്നു? ഫസ്റ്റ് മൂവി ആക്ച്വലി ഒരുപാട് സിനിമകളിൽ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് ചാൻസ് വെച്ചിട്ട് കുറേ നടന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ആ പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ് ആ സിനിമ സംഭവിച്ചത് തന്നെ. കാരണം അല്ലാതെ യാതൊരുവിധ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഫസ്റ്റ് മൂവി ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാം ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ഒരവസരം കിട്ടി, അതെങ്ങനെയെങ്കിലും ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചു. പോരായ്മകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അറിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോഴാണ്, കുറേയൊക്കെ എക്സ്പോഷർ കിട്ടുമ്പോഴാണ് കുറേ ലൈഫിലേക്ക് കുറേ പരിപാടികൾ വരുന്നത്. അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എൻ്റെ ഷൂട്ടെല്ലാം. കാരണം എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ അറിയുന്ന സ്ഥലവും ആൾക്കാരെല്ലാം നമ്മൾ അറിയുന്ന ആൾക്കാർ, ടെക്നീഷ്യൻസും എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മൾ പുതിയ ആൾക്കാരാണെന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത, ഇപ്പോൾ ക്യാമറാമാൻ എൽദോ ചേട്ടനായാലും ചീഫ് അസോസിയേറ്റ് സുനിൽ കാര്യാട്ടുകാര, സുനിലേട്ടനൊക്കെ ആക്ച്വലി ഞാൻ ജനിക്കുന്നതിന് മുന്നേ സിനിമയിൽ തുടങ്ങിയ ആളാണ്. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പക്ഷെ ആളൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമ്മുടെ കൂടെ നിന്നാണ്. അങ്ങനെ ഒരു കംഫർട്ടബിൾ സ്പേസ് ഉള്ളപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് വളരെ കൂളായിട്ട് അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു. നമ്മളൊരു കാര്യം പറയും, അതിന് വേണ്ടിയിട്ട് അവരവരുടേതായിട്ടുള്ള വർക്കുകൾ ചെയ്യും. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പറയണം. അങ്ങനത്തെ സിറ്റുവേഷൻസ് അധികം ആ പടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് അവരുടെ പോർഷൻസ് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തായിരുന്നു. ആസ് എ ഡയറക്ടർ എങ്ങനെയാണ്? ഭയങ്കര റഫ് ആൻഡ് ടഫ്? ഞാൻ കുറച്ച് ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ആളാണ്. കാര്യങ്ങൾ തുറന്ന് പറയണം, പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. അത് പലർക്കും ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ ആ പടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. അത് പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വൺസ് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബാധിക്കും. ചിലപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം അത് കാരണം മാറിയാൽ നല്ലതല്ലേ. അങ്ങനെ അല്ലാതെ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ആ പടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. ആക്ടേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പം ബിക്കോസ് ഇപ്പം ഒരു ഡയറക്ടർ ആക്ടറിനോട് ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പം ഡയറക്ടർ മസ്റ്റ് ബി വെരി ക്ലിയർ അബൌട്ട് ആ ഒരു വിഷൻ, ആ ഒരു വിഷ്വൽ വരുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ ലിറ്ററലി ആക്ട് ചെയ്ത് കാണിക്കേണ്ട സിറ്റുവേഷൻസ് വരെ ചിലപ്പം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എനിക്ക് ഇതാണ് വേണ്ടത്? നമ്മൾ ആക്ച്വലി മോഡുലേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ ഇപ്പോൾ ഹ്യൂമർ സീനുകൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന, നമ്മൾ എഴുത്തിലും കൂടി ഉള്ളതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന മോഡുലേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ചില സമയത്ത് ചില പോയിന്റ്സിൽ ചില
പഞ്ചും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. അപ്പം അത് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് ഇപ്പോൾ ലൊക്കേഷനിലായാലും പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. അത് ബാക്കിയുള്ളവരാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വൺസ് ഓഫ് കോഴ്സ് അവർ ചെയ്യുന്ന പോലെ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ എന്തായാലും അതിൻ്റെ ഒരു 0.1% എങ്കിലും നമ്മുടെ ഫേസിൽ നിന്നോ വായിൽ നിന്നോ അവർക്ക് കിട്ടണം. കിട്ടിയാലാണ് അത് നമുക്ക് അതിൻ്റെ ബെറ്റർ ഓപ്ഷൻ ഒരു പരിപാടി നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അങ്ങനെയാണ് ആക്ച്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സീൻ ഓൾറെഡി പിന്നെ അവർക്ക് അറിയായിരിക്കും, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇമോഷൻ എന്താണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ റീഷൂട്ട് അല്ലെങ്കിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുപെട്ട ഏതെങ്കിലും സീനുണ്ടോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ 2 പടത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം റീടേക്കുകൾ പോയിട്ടൊന്നും ടെക്നിക്കലി എന്തെങ്കിലും ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളൂ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റൊക്കെ ലിറ്റിൽ ആർട്സ് ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഷെമ്മിച്ചാട്ടൻ ഉണ്ടായിരുന്നു. ഷെമ്മിച്ചാട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രവൈസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പിന്നെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമായിട്ട് അവർ സിനിമയിലുള്ളതാണ്. ബാബുചേട്ടൻ, ബാബുരാജായാലും. അപ്പോൾ അവർ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവരവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് വിടും. അല്ലാതെ അങ്ങനെ ഒരു സീനിൽ സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് മോഡുലേഷൻ പറയുന്നൊരു സീൻ ലിറ്റിൽ ആർട്സിലുണ്ടായിരുന്നു. അത് ആക്ച്വലി ബാബുചേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു, അത് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവോ ഇല്ല എന്നുള്ളത്. പക്ഷേ എല്ലാവരും നമ്മുടെ ടീമിലുള്ള എല്ലാവരും ADs ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര എനർജി കൊടുത്തു. പുള്ളി ആ ഒരു എനർജിയിൽ തന്നെ അത് ചെയ്തു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് അത് ഓക്കെ ആയത് ആക്ച്വലി. ഓക്കെ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സീൻ ദാറ്റ് യു വെരി പ്രൗഡ് ഓഫ്, ബിക്കോസ് ഈ പറഞ്ഞ പോലെ അത്രയും ഡിഫിക്കൽറ്റിയുടെ ഇടയ്ക്ക് ഐ മെയ്ഡ് ഇറ്റ് അല്ലെങ്കിൽ ഐ മെയ്ഡ് ത്രൂ ഇറ്റ് എന്നുള്ള ഒരു പ്രൗഡ് ഫീൽ വരുന്ന ഏതെങ്കിലും ഒരു സീൻ ഉണ്ടോ? ലിറ്റിൽ ആർട്സിൽ കുറച്ച് സീനുകളുണ്ട് ആക്ച്വലി. അതായത് നമ്മൾ കട്ടപ്പന സ്റ്റാൻഡിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സോങ് ഫുള്ളായിട്ട് അവിടെ ഷൂട്ട് ചെയ്തു. കട്ടപ്പന സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ഒരു ഹബ്ബാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി അന്നൊരു സോങ് എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈക്ക് കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ആക്ച്വലി ഞങ്ങളന്ന് 2 യൂണിറ്റായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും ഒരു ടീമും ഒരു സൈഡിലൊരു ക്യാമറമാനും ബാക്കി മറ്റേ ഡയറക്ടറും വേറൊരു ക്രൂവും വേറെ സൈഡിലായിരുന്നു. അപ്പോൾ ഈ മൈക്ക് കംപ്ലൈൻ്റ് ആയതിനു ശേഷം പിന്നെ നമുക്ക് ഇത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു വരുത്തേക്കുന്ന ആൾക്കാരല്ല, അവർ ബസ് കയറാനും കാര്യങ്ങൾക്കായിട്ട് വന്നേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അന്ന് തൊണ്ട ഫുള്ള് പോയി. പക്ഷെ ആ സോങ് ബാബുചേട്ടൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെരീഫ് മാസ്റ്റർ ആയിരുന്നു എൻ്റെ കൊറിയോഗ്രാഫി. അതൊരു കഴിഞ്ഞ് കിട്ടാൻ നല്ല പാടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓക്കെ, നമ്മൾ ADസും വന്ന് 2 പേരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പ്രൊഡക്ഷനിൽ നടന്ന ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടാണ് അന്ന് അവിടെ ഷൂട്ട് തീർന്നത് തന്നെ. പിന്നെ നമ്മൾ ഓൾറെഡി റെയിൻ സെറ്റപ്പ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പ്ലസ് പുറത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ റെയിനിൻ്റെ കണ്ടിന്യൂറ്റി പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഒരു ഷോട്ടിൽ അവിടെ ലൈറ്റ് മാറിയിരിക്കും. അപ്പോൾ അതൊരു വലിയ ടാസ്ക് ആയിരുന്നു. പിന്നെ പ്രൗഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ലിറ്റിൽ ആർട്സിൽ ബാബുച്ചൻ്റെ പേരായിട്ട് രമ്യ സുവി ചെയ്ത ക്യാരക്ടർ നമുക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അവരുടെ ഹസ്ബൻഡ് അവരിട്ടിട്ട് പോയതിന് ശേഷം അവർ ജീവിതത്തിൽ പ്രണയം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് ബാബുരാജിൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്തുനിന്നാണ്. ഹസ്ബൻഡ് ഇല്ല, എവിടെയാണെന്ന് അറിയില്ല, അവർ തമ്മിൽ യാതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഇല്ല. പക്ഷെ മകൾക്ക് അതിനോട് താല്പര്യമില്ല. അവൾ വളർന്നു വരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതിൽ രമ്യ ചേച്ചിയുടെ ക്യാരക്ടർ പറയുന്ന അവരുടെ ഇമോഷൻസ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് പറയുന്നൊരു സീനുണ്ട്. എനിക്ക് ജീവിച്ചേ പറ്റൂ എന്നുള്ളൊരു മൂഡിലൊരു ഡയലോഗ് പറയുന്നുണ്ട്. അത് നമ്മൾ ഡബിൻ്റെ ടൈമിൽ നമ്മുടെ ആ ക്യാരക്ടർ ഡബ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ആരാ ഡയലോഗ് എഴുതിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് ആക്ച്വലി ഒരുപാട് പേര് പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള, നമ്മൾ ചിന്തിക്കാത്തൊരു ഒരു അതാണ്. സ്ത്രീകൾ ശരിയാണ്, അവരിപ്പോൾ ചെറുപ്പത്തിൽ ഭർത്താക്കന്മാർ മരിച്ച ഒരുപാട് പേര് ഞാനറിയുന്ന, ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. മക്കൾക്ക് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും മാത്രം ജീവിച്ച് അവരൊരു പോയിന്റിൽ നിന്ന് പ്രണയം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, പല ഇമോഷൻസും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പം അത് ഇഷ്ടപ്പെട്ടൊരു സീനായിരുന്നു. പിന്നെ അതിന് ശേഷം ഈ ഭർത്താവ് തിരിച്ചു വന്നതിന് ശേഷം മകള് അമ്മയുടെ അടുത്ത്, അമ്മയുടെ അല്ല ഫാദറിൻ്റെ അടുത്ത് അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ 2 സീനും പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ റൈറ്റർ ഇൻ യു, വാട്ട് ഈസ് യുവർ പ്രോസസ് ഓഫ് റൈറ്റിംഗ്? എങ്ങനെയാണ് ഈ ഒരു നമുക്കൊരു റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാവും, അതിന് ശേഷം ഒരു പ്രോപ്പർ ഡ്രാഫ്റ്റ് ഉണ്ടാവും, അതിന് ശേഷം ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഉണ്ടാവും. സോ ഹൗ ഡസ് ദാറ്റ് പ്രോസസ് വർക്ക് വിത്ത് യു? ആക്ച്വലി എഴുത്ത് ഇപ്പോൾ നല്ല രീതിയിൽ ടൈം എടുത്ത് എഴുതാൻ പറ്റിയത് ഇപ്പോൾ ഞാനിപ്പോൾ 3ാമത് ചെയ്യുന്ന മൂവി, ഐ മീൻ സ്ക്രിപ്റ്റ് എഴുതിയ മൂവി ഉണ്ടായിരുന്നു, ലക്ഷദ്വീപ് മൂവി പറഞ്ഞില്ല. അപ്പോൾ അത് അതിൻ്റെ ഡയറക്ടറിൻ്റെ സ്റ്റോറിയാണ്. ആൾ വന്നപ്പോൾ ഒരു സ്റ്റോറി ഐഡിയ പരിപാടിയായിട്ടാണ് വന്നത്. പിന്നെ
അന്ന് കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇമോഷണലി കുറച്ച് ഹൈ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു 2-3 ദിവസം നടക്കുന്ന ഒരു കഥയാണ്. ഒരു മിഷൻ ആണ് ആക്ച്വലി ആ മൂവി, എൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ദുബായിൽ പോയി. ദുബായ് സെറ്റിൽഡാണ്. അവിടെ ഇരുന്ന് നമ്മൾ പുള്ളി തന്ന കഥയായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ പോയി. ഈ ഇൻസിഡൻറ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള നമുക്കത്ര എളുപ്പമല്ലാത്ത, ഐ മീൻ മെൻ്റലി നമ്മൾ ഓക്കെ അല്ലാത്ത കുറേ സ്ഥലങ്ങളിലൂടെ നമുക്ക് പോകേണ്ടി വന്നു. കുറച്ച് ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നു. സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എഴുത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ പോയതാണ്. അപ്പോൾ ആ പടത്തിന് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പ്രോസസ്സായിരുന്നു. കാരണം നമ്മൾ അതിൻ്റെ ബേസിൽ നിന്നാണ് തുടങ്ങിയത്. കഥ വെച്ച് ഓക്കെ, കഥ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നു. അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ അവിടുത്തെ കുറേ ആൾക്കാരെ കണ്ട് അവരുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തു. അവരുടെ പേരൊന്നും വെക്കരുതെന്ന് പറഞ്ഞു, കാരണം അങ്ങനത്തെ ഒരു കണ്ടൻറ്റാണ്, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. അങ്ങനെ ഞാൻ ഈ റെക്കോർഡ് ചെയ്തെടുത്ത എല്ലാം കേട്ട് അതിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് പോലെ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ്സ് എല്ലാം ഒരു 10-30 പേജോളം ആക്കി എഴുതിയെടുത്തു. പിന്നെ ഇതെല്ലാം എങ്ങനെ ഈ കഥയിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കി. അങ്ങനെ അതിൻ്റെ ഒരു ബേസിക് സീൻ ഓർഡർ ആദ്യം ഉണ്ടാക്കി. അപ്പോൾ ഡയറക്ടറും നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ സീൻ ഓർഡർ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ആക്ച്വലി ആദ്യം ഞാൻ കഥ കേൾക്കുമ്പോൾ അതൊരു ചെറിയ ഒരു മൂവിയായിരുന്നു, ചെറിയ ബഡ്ജറ്റ് മൂവി, അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇതിനൊരു സ്പേസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഞങ്ങൾ പിന്നീടുള്ള ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ അത് അത്യാവശ്യം വലിയൊരു ക്യാൻവാസിലേക്ക് വന്നിട്ടുള്ള സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നാഷണൽ ലെവലിൽ പോകാനുള്ളൊരു കണ്ടൻറ്റ് അതിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സീൻ ഓർഡർ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് സ്ക്രിപ്റ്റിങ് കുറച്ചുകൂടി എളുപ്പമാണ്. രണ്ടാമത് ഞാൻ ദുബായിൽ പോയി ഒരു 1 മന്തിനുള്ളിൽ 25 ദിവസം കൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തീർന്നു. ഓൾമോസ്റ്റ് ആ ഡ്രാഫ്റ്റ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു റൈറ്ററാണ്, ഡയറക്ടറാണ്, ഇനി മൂവീസ് വരുന്നുണ്ട്. അപ്പം എബിയിലെ സ്റ്റോറി ടെല്ലർ എന്ന ആളിനെ ഏറ്റവും കൂടുതൽ ഓഡിയൻസിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയൊരു മൂവി അല്ലെങ്കിൽ ഒരു വർക്ക് അങ്ങനെ ആക്ച്വലി വരുന്ന സിനിമയായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നൊരു സിനിമ ഞാൻ പറഞ്ഞല്ലോ, ഓഫ് കോഴ്സ് അതിനകത്തൊരു കണ്ടന്റ് വൈസ് നല്ലൊരു സിനിമയായിരിക്കും. ഞാൻ നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അത് കംപ്ലീറ്റ് ഒരു റോം കോമാണ്. അപ്പോൾ അത് ത്രൂ ഔട്ട് ചിരിക്കാനുള്ള സ്പേസ് ഉള്ള ഒരു പരിപാടിയാണ്. ബേസിക്കലി എനിക്ക് കഥ പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് കഥ പറയുന്ന സമയത്ത് അവരാണ് നമ്മുടെ ഫസ്റ്റ് ഓഡിയൻസ്. നമ്മളൊരു സിറ്റുവേഷൻ ഹ്യൂമർ പറഞ്ഞിട്ട് അവർ ചിരിക്കണം, നമ്മൾ ചിരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എത്ര കൊടുത്തിട്ട് ചിരി ഉണ്ടാക്കി കൊടുത്താലും അവർ ചിരിച്ചില്ലെങ്കിൽ അതിലൊരു കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഞാൻ എൻ്റെ മൈൻഡിൽ കണ്ട സിനിമ ഇനി ചെയ്യാനിരിക്കുന്നത്, ഞാൻ ഡയറക്റ്റ് ചെയ്യാനിരിക്കുന്ന സിനിമയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വരാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ വർക്കുകൾ സ്ക്രിപ്റ്റ് എഴുത്ത് കഴിഞ്ഞു, അതിൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഓക്കെ, ടോക്കിംഗ് അബൌട്ട് ഹ്യൂമർ, ഇപ്പം എഴുത്തിലാണെങ്കിലും ഡയറക്ഷനിലാണെങ്കിലും എങ്ങനെയാണ് ഹ്യൂമർ ഡീൽ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത്? ഞാൻ ബേസിക്കലി അത്യാവശ്യം അങ്ങനെ ഫണ്ണി രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇത്തിരി എയർ പിടിച്ചിരിക്കുന്നുണ്ടെന്ന് അങ്ങനെ സംസാരിക്കും. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലായാലും അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ ഗ്യാങ്ങിലുള്ളവന്മാരായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ്. കരയിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്, മുഖം മാറ്റാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ചിരി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ നമ്മൾ മനുഷ്യന്മാരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കഴിഞ്ഞ 2 പടത്തിൽ അതിന് ശ്രമിച്ചു, എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ എവിടെയൊക്കെ ചിരി കിട്ടി എന്നുള്ളതും കൃത്യമായിട്ട് അറിയാം. എവിടെ ചിരിച്ചില്ല, എവിടെ ചിരി കിട്ടി എന്നുള്ളത് നമ്മൾ കുറേ തിയേറ്റേഴ്സിൽ പോയ സമയത്ത് കൃത്യമായിട്ട് അറിയാം. പോരായ്മകൾ ഒരുപാട് ആ സിനിമകളിലുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടാണ് അടുത്തൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എവിടേക്കാണ് പാളിപ്പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഹ്യൂമർ. പിന്നെ എനിക്ക് പേഴ്സണലി ഹ്യൂമർ വർക്ക് ചെയ്യാനാണ് കുറച്ചുകൂടി, ഹ്യൂമറാണ് ഏറ്റവും പാട് എഴുതി എടുക്കാനായിട്ടും ചാലഞ്ചിങ്. ഇപ്പം നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മളിരുന്ന് ആലോചിച്ച് നമ്മൾ സ്വന്തമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എഴുതി വയ്ക്കും. നമ്മൾ പക്ഷേ ഒരാളുടെ അടുത്ത് പറയുന്ന സമയത്ത് അവർ ചിരിച്ചില്ലെങ്കിൽ തീർന്നു. അത് വലിയൊരു എഫേർട്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് വലിയൊരു ചലഞ്ചുമാണ്. ആ ചലഞ്ച് നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ ഒരാളെ നരേറ്റ് ചെയ്യുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ചിരിയിൽ നിന്നാണ് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഒരു മേജർ ഓഡിയൻസിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ സിനിമ കൊണ്ടുവരുന്നത്. എല്ലാവരും പല മൈൻഡ് സെറ്റിലിരിക്കുന്ന ആൾക്കാരായിരിക്കും. 10 പേര് ചിരിച്ചു കഴിഞ്ഞാൽ അത്രയും ഹാപ്പി. അപ്പോൾ ഹ്യൂമറാണ് താല്പര്യം കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന മൂവീസും കൂടുതലും ഹ്യൂമർ കൈൻഡ് ഓഫ്
ഒരു 2 സബ്ജക്റ്റ് ഇമ്മീഡിയറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഹ്യൂമർ റൊമാൻസ് റോംകോമാണ്. അത് കഴിഞ്ഞിട്ടും ഒരു ഫാൻറ്റസി കോമഡി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്രദറും കൂടി എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ ഒരു കംപ്ലീറ്റ് ഹൊറർ മൂവി. ഞാൻ ആക്ച്വലി എല്ലാ ജോണറിലുള്ള സിനിമകളും കാണും, എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ത്രില്ലേഴ്സും കാണും, ഹൊററും കാണും. അപ്പോൾ ഹൊറർ മീൻസ് കംപ്ലീറ്റ് ഹൊററാണ്. ഒരു 90s നടക്കുന്നൊരു ഹൊറർ സബ്ജക്റ്റാണ്. അപ്പോൾ അത് അഖിൽ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ റൈറ്ററിൻ്റെ പേര്. അപ്പോൾ ആള് അത് കൊണ്ടുവന്ന നല്ലൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളത് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ പിച്ചിങ് സ്റ്റേജിലേക്കൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് എഴുത്ത് നടക്കുന്നേ ഉള്ളൂ. ഓക്കെ. സോ ഫസ്റ്റ് 2 മൂവീസ് യു ആർ ദ റൈറ്റർ പ്ലസ് ഡയറക്ടർ. അതിനുശേഷം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് യു ആർ ഓൺലി ദ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് അനദർ പ്രോജക്റ്റ് ഇസ് വെർ യു ഓൺലി ദ ഡയറക്ടർ. അപ്പം അങ്ങനെ 1 റോൾ മാത്രമായിട്ട് ചെയ്യുന്നതാണോ കൂടുതൽ ഇഷ്ടം, അതോ യു ലൈക്ക് ബീയിങ് ബോത്ത്? ഞാൻ പറഞ്ഞ ലക്ഷദ്വീപ് മൂവി അത് ഡയറക്ടർ വേറെയാണ്, പുതിയ ഒരാളാണ്. ഞാൻ എഴുത്തിലേക്കാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എഴുതാനായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റീവ് സൈഡിലും വൺസ് ആ പ്രൊജക്റ്റ് ഷൂട്ടിലേക്ക് വന്നെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ നെക്സ്റ്റ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന മൂവി അത് കംപ്ലീറ്റ് ഒരു റോംകോമാണ്. അപ്പോൾ അതെൻ്റെ 2 സുഹൃത്തുക്കൾ കൊണ്ടുവന്നൊരു കഥയാണ്. അവർ ആക്ച്വലി കഥ കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എനിക്ക് വർക്കായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ ഒരു സജഷൻ പറഞ്ഞു, നമുക്ക് ഇതിനൊരു ഹ്യൂമർ ട്രാക്ക് ഒരു സൈഡ് ഉണ്ട്. അതായത് കംപ്ലീറ്റ്ലി നേരെ ട്വിസ്റ്റ് ചെയ്യണം. അതായത് പ്ലോട്ട് മൊത്തമായിട്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥ പറയുന്ന ഒരു സിനിമയിൽ നിന്ന് കംപ്ലീറ്റ് ഹ്യൂമറായിട്ട് മാറ്റണം. ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അപ്പോൾ അവർക്ക് ആദ്യം ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോൾ അവർ അതിൽ ഓക്കെ ആണ്. അവർ 1-2 പേരുടെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ അവർക്കും കിട്ടിയ ഫീഡ്ബാക്ക് അതായിരുന്നു. അപ്പോൾ ഞാനും അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് ഇരുന്നിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി തീർക്കുന്നത്. അത് കംപ്ലീറ്റ് പിന്നെ ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മൾ വേറൊരു റൈറ്ററിൻ്റെ കൂടെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന മൂവി ആയാലും ഉറപ്പായിട്ടും ആ ഡയറക്ടറിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ആ സ്ക്രിപ്റ്റ് പോകുന്നത്. അയാളാണ് സ്റ്റോറി ടെല്ലർ. അപ്പോൾ അയാളുടെ ഒരു വിഷനിലാണ് ഫുൾ സിനിമ എഴുതിയും വരേണ്ടത്. ഓഫ് കോഴ്സ് റൈറ്ററിൻ്റെ ടാലൻറ്റിലാണ് എഴുതുന്നത്. പക്ഷേ ഡയറക്ടറിന് വേണ്ട സിനിമയാണ് എഴുതി അയാൾ എടുക്കുക. അപ്പോൾ എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം ഫ്യൂച്ചറിൽ? ആസ് എ ഡയറക്ടർ ആണോ, റൈറ്റർ ആണോ, ഓർ മേ ബി ആൻ ആക്ടർ ആണോ? ആക്ടർ ആവാനായിട്ട് അങ്ങനെ നിലവിൽ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ. ചിലപ്പോൾ എവിടെയെങ്കിലും അഭിനയിക്കായിരിക്കും. മെമ്പർ രമേശിൽ ഒരു ഷോട്ടിലെന്തോ അഭിനയിച്ചിട്ടുണ്ട്. അതിന് എനിക്ക് സിനിമയുടെ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിനേക്കാളും താല്പര്യം പുറകെ എഴുതുന്നത്. ആക്ച്വലി നമ്മളങ്ങനെ വലിയ റൈറ്റേഴ്സൊന്നുമല്ല. പക്ഷേ സിനിമകൾ കണ്ട് ബുക്സും കുറച്ച് വായിച്ച് അങ്ങനെ സ്ക്രിപ്റ്റുകൾ ഒരുപാട് വായിക്കാറുണ്ട്. അപ്പോൾ അത് വായിച്ച് പിന്നെ സിനിമകൾ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും എല്ലാ വെള്ളിയാഴ്ചകളിലും തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഷോ തന്നെ കാണും. അത് കണ്ടിട്ട് നമ്മളൊരു ജഡ്ജ്മെൻ്റ് എടുക്കും. അതായത് വേറെ ആരോടും പറഞ്ഞിട്ടല്ല, ഈ സിനിമ കണ്ടിട്ട് ഇത് തിയേറ്ററിൽ വർക്കാവോ എന്ന് നമ്മൾ ഞാൻ അങ്ങനെ എപ്പോഴും മനസ്സിൽ കാണാറുണ്ട്. എന്നിട്ട് ആ സിനിമ വർക്കാവണമെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റായി എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ രണ്ടും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമാണ്. രണ്ടും വളരെ ഹെക്റ്റിക്കായിട്ടുള്ള ടാസ്ക്കാണ്. എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഒന്നുമല്ല. അതിരുന്ന് എഴുതി നമ്മളൊരു പരിപാടി മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ഭയങ്കര ടാസ്ക്കാണ്. വലിയ വലിയ റൈറ്റേഴ്സ്, നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് പേര് സെറ്റിലൊക്കെ ഇരുന്ന് എഴുതുന്നു പറഞ്ഞാൽ അതൊക്കെ അൺബിലീവബിൾ ആയിട്ടുള്ള ടാലൻ്റാണ്. അതൊക്കെ അവരെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യമാണ്, അനുഭവങ്ങളിൽ നിന്നും കൂടിയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും, ഇപ്പം എനിക്കുൾപ്പെടെ ഈ ജനറേഷനിലുള്ള പലർക്കും ഇല്ലാത്തത് അനുഭവങ്ങളാണ്. അനുഭവങ്ങളിൽ നിന്നാണ് നല്ല കഥകൾ ഉണ്ടാവുക. നമ്മളിപ്പോൾ എല്ലാവരും ഒരു മൊബൈലിന് മുന്നിലല്ലേ, അനുഭവം മുഴുവൻ ഇതിൻ്റെ അകത്താ. അതെ. ഓക്കെ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു മൂവി കണ്ടിട്ട് എബിയുടെ ഉള്ളിൽ തന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആകും എന്ന് പറഞ്ഞു. സോ ആ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അത് ഈ മൂവി വർക്കൗട്ട് ആകും എന്ന് എന്താണ് എബിയുടെ ഒരു വിഷനിലേക്ക്? ഇപ്പോൾ ഒരു മൂവി കാണുമ്പം ഓക്കെ ഇത് വർക്കൗട്ട് ആവും എന്ന് തോന്നാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ നല്ലൊരു ഓഡിയനായിരുന്നു എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. പണ്ട് തുടങ്ങിയ ചെറുപ്പത്തിൽ തുടങ്ങിയ സിനിമകൾ കാണും. എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അതായത് വലിയ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കായിട്ട് നോക്കുന്നവരോ അങ്ങനത്തെ ഒരു പരിപാടിയെ നോക്കാറില്ല. ടെക്നിക്കലിയും സിനിമ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് വ്യൂവിൽ അങ്ങനെ കാണാറില്ല. പണ്ട് എങ്ങനെയാണോ നമ്മൾ സിനിമയിൽ കയറുന്നതിന് മുന്നേ തിയേറ്ററിൽ സിനിമ കണ്ടത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും തിയേറ്ററിൽ സിനിമ കാണുന്നത്. നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടോ, ബോറടിക്കുന്നുണ്ടോ, അത് മാത്രമേ നോക്കാറുള്ളൂ. എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഓക്കെ എനിക്ക് പരിപാടി ഇഷ്ടപ്പെട്ടു, എന്നിട്ട് ഞാൻ പിന്നെ അതിന് ശേഷമാണ് റിവ്യൂസൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ എന്നിട്ടൊന്ന് ടാലി ചെയ്ത് നോക്കും, ഓക്കെ ഇതാണോ പരിപാടി. പിന്നെ അത് മാത്രമല്ല, റിവ്യൂസ് മാത്രം
ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. സാധാരണ ഓഡിയൻസിന് കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ വർക്കാവില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ റിവ്യൂസ് ഇപ്പോൾ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇൻ ടേംസ് ഓഫ് വെൻ വി ടോക്ക് അബൌട്ട് മൂവീസ്. ബുക്സിൻ്റെ കാര്യത്തിൽ പോലും അത്രയും ഇല്ലെങ്കിലും മൂവി ഇറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം പോയി നോക്കുന്നത് റിവ്യൂസ് ആയിരിക്കും ആൾക്കാർ. അപ്പം എല്ലാവരുടെയും ഉള്ളിൽ വെൻ യു ആർ വാച്ചിങ് എ മൂവി, തിയേറ്ററിലാണെങ്കിലും അല്ലാതെ OTT-യിലാണെങ്കിലും ഒരു ക്രിട്ടിക്കൽ സൈഡോടെയാണ് പലരും നമ്മളിപ്പോൾ പൊതുവേ കാണുന്നത്. ഇപ്പോൾ പണ്ടിപ്പോൾ ഞാനാണെങ്കിൽ പേഴ്സണലി സ്പീക്കിംഗ് കുറച്ചുകൂടി യങ്ങർ ഏജിൽ വെൻ ഐ ഹാഡ് നോ ഐഡിയ അബൌട്ട് ഓൾ ദീസ് തിങ്സ്, റിവ്യൂസ് ഒക്കെ കാണുന്നതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആം ഐ ഹാപ്പി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. പക്ഷേ ഇപ്പം മേ ബി മൂവീസ് കാണുമ്പോൾ ഈ പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ സൈഡാണ് ഓണായിരിക്കുന്നത്. മൂവി കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ ഒരു ടെക്നിക്കാലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ബ്ലെൻഡ് കൊള്ളാം അല്ലെങ്കിൽ അത് കൊള്ളാം ഇത് കൊള്ളാം മ്യൂസിക് കൊള്ളാം അങ്ങനെയൊക്കെ പറയാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഡു യു തിങ്ക് ദാറ്റ് അങ്ങനത്തെ ഓഡിയൻസിൽ അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സൈഡ് ഓൺ ആയത് അതൊരു നല്ല കാര്യമായിട്ടാണോ അതോ ഒരു മൂവി എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണോ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ സിനിമ കാണാൻ പോകുന്ന സമയത്ത് തിയേറ്ററിലിരിക്കുമ്പോൾ നമ്മളിപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നതായാൽ പോലും ഞാൻ ടെക്നിക്കൽ സൈഡൊന്നും അങ്ങനെ ആദ്യം ശ്രദ്ധിക്കാറില്ല. കംപ്ലീറ്റ് ആ വേൾഡിൽ കയറി കഥ പറച്ചിലിൻ്റെ കൂടെ പോകുക എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ടെക്നിക്കലി നമ്മൾ ഓക്കെ ക്യാമറ വർക്ക് അല്ലെങ്കിൽ ശരിക്കും എല്ലാം ബ്ലെൻഡായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നിലേക്കും കോൺസെൻട്രേറ്റഡ് ആവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിപാടി. ത്രൂ ഔട്ട് സിനിമയിൽ തന്നെ നമ്മൾ ലയിച്ചിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് എപ്പോഴും നമ്മൾ കോൺഷ്യസ് ആവുക എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും റിവ്യൂസിലൊക്കെ ഭയങ്കര എക്സ്പോഷറും കിട്ടി, എല്ലാവരും എല്ലാ റിവ്യൂസും കാണുന്നതാണ്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ പല രീതിയിലുള്ള റിവ്യൂസ് വരുന്നുണ്ട്. വളരെ നിലവാരം കുറഞ്ഞ റിവ്യൂസും ഭയങ്കര അടിപൊളി രീതിയിലുള്ള നല്ല കൃത്യമായിട്ട് സിനിമേനെ പഠിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നവരും ഇതെല്ലാം ഓഡിയൻസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പണ്ടത്തെ പോലെ സിനിമ വേറെ ഒരു വേൾഡിൽ നടക്കുന്നൊരു പരിപാടിയല്ല. എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ കോവിഡിന് ശേഷം പുറത്ത് സിനിമകൾ ഒരുപാട് OTT പ്ലാറ്റ്ഫോംസിലൂടെ എല്ലാവരും ഭയങ്കര എക്സ്പോഷർ കിട്ടി. പിന്നെ ടെക്നിക്കാലിറ്റി ഇപ്പോൾ ലാഗ് എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാം, ക്യാമറ എവിടെ വയ്ക്കുന്നു എന്നുള്ളത് അറിയാം. ഓൾമോസ്റ്റ് അത്യാവശ്യം യൂട്യൂബൊക്കെ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും സിനിമേനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ അതവർ തിയേറ്ററിൽ ഇരിക്കുന്ന സമയത്ത് അത് ഓരോ എല്ലാവർക്കും പേഴ്സൺ ടു പേഴ്സൺ ആണ്. പേഴ്സണലി നമ്മൾ ഈ ടെക്നിക്കൽ സൈഡിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആയിട്ട് കംപ്ലീറ്റ് ഒരു സിനിമ ആസ്വദിക്കുക എന്നുള്ളൊരു മൂഡിൽ ഇരിക്കണോ വേണ്ട എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അതിൽ കോൺഷ്യസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്യാമറ വർക്ക് മാത്രം നോക്കുള്ളൂ, അപ്പോൾ കഥ പറച്ചിൽ വിട്ടു. ഓരോരുത്തരിൽ നിന്നും വേരി ചെയ്ത് നിൽക്കുന്നതാണ്. ഫീൽ ചെയ്യാൻ മറന്നു. ഇമോഷണലി നമുക്കൊരു സാധനം ഹ്യൂമർ ആയാലും എന്തിനേലും കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കലാവും. ഇവിടുത്തെ ഈ ആംഗിൾ കൊള്ളാം, ഈ ആംഗിൾ കൊള്ളാം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി കൊള്ളാം എന്നുള്ള ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ആ സീനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീല് അവിടെ കിട്ടില്ല. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ അത് ഇപ്പോൾ സാധാരണ സിനിമയായിട്ട് ബന്ധമില്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറുന്നു, അവർക്ക് ക്യാമറ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ നോക്കും. അപ്പോൾ അതങ്ങനെയാണ് ഓരോ ആൾക്കാരെ സംബന്ധിച്ചും മാറിയിരിക്കും. ഓക്കെ. ഈ പുതിയ കാലത്തെ ഒരു റൈറ്റർ എന്ന് പറയുമ്പം ഒരു റിലേറ്റബിലിറ്റി പ്രഷർ തോന്നിയിട്ടുണ്ടോ? ബിക്കോസ് ഇപ്പം റീൽസ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും എന്താണെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഷെയറബിലിറ്റി ഉണ്ടാവണം, അപ്പോഴേ അതിനൊരു വ്യൂസ് കൂടുള്ളൂ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സംഭവമുണ്ട്. സോ ആ ഒരു റിലേറ്റബിലിറ്റി പ്രഷർ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് നമ്മൾ ചൂസ് ചെയ്യുന്ന സിനിമയുടെ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് ഇരിക്കും. അതായത് ഇപ്പോൾ പണ്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് ഇപ്പോൾ സാധാരണക്കാരനായിട്ട് ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു ലൈഫ് സ്ക്രീനിൽ കാണുന്നത് അവനെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നുള്ളൊരു പരിപാടി കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ളൊരു ലൈഫ് ചിലപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ അത് സിനിമയിൽ കാണുന്ന സമയത്ത് ഓക്കെ അത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നൊരു സാധനം. പിന്നീടാണ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും ഇത് പറഞ്ഞ പോലെ റിയലിസ്റ്റിക് പരിപാടികൾ, അതായത് നമ്മൾക്ക് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന രീതിയിൽ, അത് രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. രണ്ട് സിനിമകളെയും രണ്ട് മൂഡിൽ കാണാനായിട്ട് ശ്രമിക്കണം. ഉറപ്പായിട്ട് നമ്മൾ സാധാരണക്കാരുടെ ഇടയിൽ നിൽക്കുന്ന കഥകൾക്ക് ഇന്നും മലയാളത്തിൽ കുറച്ചുകൂടി സാധ്യതകൾ കൂടുതലാണ്. അത് മെജോറിറ്റി ആൾക്കാർക്ക് കണക്റ്റ് ആവും എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള കഥകൾ, നാട്ടിൻപുറത്തെ കഥകളൊക്കെ നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണക്റ്റ് ആവും. ഔട്ട് ഓഫ് ദി ബോക്സ് കണ്ടൻറ്റുകൾ നല്ല, ഇപ്പോൾ ലോക പോലത്തെ സിനിമകൾ നല്ല കണ്ടൻറ്റുകൾ നല്ല സിനിമയാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രി ഹിറ്റ് ആയത്. അപ്പം അതിനും ഉള്ള സ്പേസ് ഉണ്ട്. വാഴ പോലത്തെ സിനിമകൾ സാധാരണക്കാർക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ വന്നു, അതും വൻ ഹിറ്റായി. അപ്പോൾ എല്ലാ സിനിമകൾക്കും സ്പേസ് ഉണ്ട്. സിനിമ കണക്റ്റ് ആവുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഒരു റൈറ്റർ എന്ന നിലയിലും ഡയറക്ടർ എന്ന നിലയിലും ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു ഫിലിം പേഴ്സണാലിറ്റി?
എനിക്ക് KG ജോർജ് സാറിൻ്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും സിനിമകൾ കാണും. പിന്നെ പത്മരാജൻ സാറിൻ്റെ സിനിമകൾ കാണാറുണ്ട്. അല്ല, ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ ഈ സ്ക്രിപ്റ്റ് വാങ്ങി ഇതിൻ്റെ ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെങ്ങനെയായിരുന്നു ഇതൊക്കെ എഴുതി സ്ക്രീനിലെത്തിക്കുന്നതിന് മുന്നേ എഴുതിയിട്ടുള്ളതെന്നുള്ള ഇതിൽ രഞ്ജി സാറിൻ്റെ പടങ്ങൾ, രഞ്ജി സാറ് എൻ്റെ 2 പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്. സാറ് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. തീ വാർന്ന ഡയലോഗുകൾ എഴുതിയിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ റാഫി മെക്കാട്ടിൻ, എല്ലാ ജോണർ സിനിമകളും കാണുന്ന ആളാണ്. ഉദയകൃഷ്ണ, CBK തോമസ്, അവരൊക്കെ എഴുതുന്ന കൗണ്ടറുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാൽ കല്യാണമൊക്കെ പോലത്തെ സിനിമകൾ നമുക്ക് ഇന്നും ഇപ്പൊക്കെ അങ്ങനെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, എഴുതിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും ഫോളോ ചെയ്യാറുണ്ട്. ഇന്ന ഒരാളെന്ന് പറയാനില്ല. എന്നാണ് എബിയിലെ സിനിമ പേഴ്സൺ ഓൺ ആയത്? വെൻ ഡിഡ് യു റിയലൈസ് ദാറ്റ് ഓക്കെ ഐ വോണ്ട് ടു ബി എ മൂവി പേഴ്സണാലിറ്റി? ഞാൻ ആക്ച്വലി ചെറുപ്പത്തിൽ സിനിമകൾ കാണുമായിരുന്നു. നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഉദയനാനതാരം, എൻ്റെ ഓർമ്മയിൽ ഉദയനാനതാരത്തിൻ്റെ DVD CD ഇറങ്ങിയ ടൈമിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇത് കാണുമായിരുന്നു. അപ്പോൾ എപ്പോഴും ഇത് തന്നെ, ഈ പടം തന്നെ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന സിനിമ ഉദയനാനതാരമാണ്. അപ്പോൾ ഇതിങ്ങനെ ആ പടം ശരിക്കും സിനിമയ്ക്കുള്ളിലെ സിനിമ തന്നെയാണ്. അന്ന് ആക്ച്വലി പക്ഷേ സിനിമയിൽ കയറാന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു വേൾഡ് തന്നെയാണ് 2010 കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, വീടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ട്, ഞങ്ങളിരുന്നിട്ട് മലയാളത്തിലിറങ്ങിയ ഭയങ്കര ഹിറ്റായിട്ടുള്ള 3 ഭാഗമുള്ളൊരു സിനിമ, അത് പേര് പറയുന്നില്ല, ആ സിനിമയുടെ 4ാം ഭാഗം ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ന്യൂസിലാൻഡിൽ നടക്കുന്നൊരു കഥയായിട്ട് ആണ് ആലോചിച്ചത്. അത് വളരെ ഒരു മോശം തോട്ടായിരുന്നു. പക്ഷേ അങ്ങനെയായിരുന്നു ആക്ച്വലി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. പിന്നെ ബേസിക്കലി എല്ലാവരും ചെയ്യുന്ന പോലെ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു മാസ് അപ്പീലുള്ള പാട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെയും കൂട്ടുകാരെയൊക്കെ വെച്ചിട്ട് മൈൻഡിൽ ആദ്യം വിഷ്വലൈസ് ചെയ്യും. അതെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ നിന്ന് പിന്നെ നമ്മൾ ആ പാട്ടിൽ നിന്ന് മാറി അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ കാണാത്ത കാര്യങ്ങൾ ചിന്തിക്കും, ഇൻസിഡൻസ് ചിന്തിക്കും. പിന്നെ ഞാൻ +1 +2 കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഇവരുടെ അടുത്ത് വെറുതെ ഓരോ കഥകൾ ഉണ്ടാക്കി പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ, പക്ഷേ അപ്പോഴും സിനിമ വേറെ ഏതൊരു വേൾഡിൽ നിൽക്കും. നമുക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നും അങ്ങനെ ആരും സിനിമക്കാരായിട്ടും ഒന്നുമില്ല. പിന്നെ നേരെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അവിടെ ആ സമയത്തപ്പോൾ 2010 ശേഷം ഷോർട്ട് ഫിലിംസ് ഇങ്ങനെ ട്രെൻഡായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നു, ഓരോന്നൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഷോർട്ട് ഫിലിംസ് അവിടെ ചെയ്യാൻ തീരുമാനിച്ചു. മൊബൈലിൽ അവിടെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നു. പിന്നെ ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴും കോണ്ടാക്ട്സ് ഒന്നുമില്ല, എവിടെയോ കിടക്കുന്ന ഒരു വേൾഡാണ് എന്നുള്ളൊരു മൂഡായിരുന്നു. പക്ഷെ അങ്ങനെ നമ്മൾ കിട്ടിയ ഓരോ ലീഡും വർക്ക് ചെയ്ത് സിനിമ ചെയ്യാൻ പറ്റുമെന്നൊന്നും ആ സമയത്ത് യാതൊരുവിധ ചിന്തയോ ഒരു ഹോപ്പൊന്നുമില്ല. പക്ഷെ അങ്ങ് ഇറങ്ങി നമ്മൾ ഈ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളും ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിനുവേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് സിനിമ 2 ചെയ്യാൻ പറ്റി ഇപ്പോൾ അടുത്തൊരു സിനിമയിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ സിനിമയിലേക്ക് എത്തിച്ചേരാൻ സ്ട്രഗിൾ ചെയ്ത് ഏത് പാട്ടിലായിരുന്നു? കോണ്ടാക്ട്സ് ഡെവലപ്മെൻ്റ് ആണോ, അതോ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കാണിക്കണം എന്നുള്ളൊരു ഫാക്റ്റായിരുന്നു? കോണ്ടാക്ട്സ് ഡെവലപ്മെൻറ്റ് തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. വളരെ ചുരുക്കം കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഡയറക്ടറിനായാലും കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. നമ്മൾ എവിടെന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ് ബേസിക്കലി കോണ്ടാക്ട്സ് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പടത്തിൽ അഭിനയിച്ച ഒരു ആക്ടറിന് ഞാൻ അതിന് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ, ഒരു വലിയ റിക്വസ്റ്റ് ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടത് പിന്നീട് സെറ്റിലൊന്നും ഞാൻ പുള്ളിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അയച്ചിട്ടുണ്ട്, കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെ തന്നെയായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കായിരുന്നു അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ കോണ്ടാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ ചെല്ലും. അവിടെ നിന്ന് ആരുടെങ്കിലും പേര് കിട്ടി കഴിഞ്ഞാൽ അവരുടെ നമ്പർ മേടിക്കും. അങ്ങനെ. അപ്പോൾ ഒരു ഫിലിമിലല്ലായിരുന്നെങ്കിൽ എബി എന്തായിരുന്നേനെ, എവിടെ ആയിരുന്നേനെ? ഞാൻ എഞ്ചിനീയറിംഗ് തന്നെ ദുബായിൽ എവിടെയെങ്കിലും. ദുബായിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പ്രശ്നം, പിന്നെ കളമശ്ശേരിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഥകൾ പറയാനായിട്ട് നമ്മൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അവരുടെ ടൈമിനാണ്, നമ്മുടെ ടൈമിനല്ല. ചിലപ്പോൾ ഇന്നൊരു അപ്പോയിൻമെൻറ്റ് കിട്ടും, നാളെ വീണ്ടും കിട്ടും. അപ്പോൾ ഇന്ന് ലീവ് എടുക്കും, നാളെ ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെ ജോലി പോകും. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് അതാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മാറി വർക്ക് ചെയ്യേണ്ടി വന്നത്. പിന്നെ ഒരു പോയിന്റിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി ഓണായി കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് പിടിച്ചു. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ എങ്ങനത്തെ ഒരു
മൂവിയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പേര് നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് എങ്ങനെ അറിയപ്പെടണം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സക്സസ് പോയിന്റ് ഫോർ യു? സിനിമ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അത് ഏത് കൈൻഡ് ഓഫ് സിനിമയായാലും, ഇപ്പോൾ ഹ്യൂമർ ആയാലും ഇമോഷണലി കണക്ട് ആവുന്ന സീരിയസ് ആയിട്ടുള്ള സിനിമയായാലും ത്രില്ലർ ആയാലും കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അയ്യെന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ല. അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ അടുത്തൊരു സിനിമ അങ്ങനെ ഒരു സിനിമ ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം. അത്രേ ഉള്ളൂ. അതിൽ അതിൻ്റെ അപ്പുറത്തേക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും നമുക്കില്ല. അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക്, ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ കളക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി ഈ ന്യൂ കൊമേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വരാൻ ഇതുപോലെ ആഗ്രഹിക്കുന്ന കുറേ സ്ക്രിപ്റ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഹോപ്പ് എന്തായിരിക്കും? ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ക്രിപ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റായിട്ട് അതിൻ്റെ പിന്നാലെ മാത്രം നടക്കാതെ വൺസ് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാരലലി അടുത്ത ഒരു 3-4 സ്ക്രിപ്റ്റുകൾ എഴുതി അങ്ങ് വെക്കുക. ചിലപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സാധനം അടിപൊളിയായിരിക്കും, പക്ഷെ നമ്മളൊരു 10 പേരെ കണ്ടു കഴിയുമ്പോൾ 10 പേർക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും 10 പേരെ കാണുന്ന സമയത്ത്. അപ്പോൾ ഒരു 5 ഉണ്ടാക്കി, മിനിമം ഒരു 5 സ്ക്രിപ്റ്റ് ഉണ്ടാക്കി 5 ദിശയിലേക്ക് പറഞ്ഞു കൊടുക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം തിരിച്ചു വരും. നല്ലതാണ്. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഉറപ്പായിട്ടും വേണം അത്. കാരണം ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് വെച്ചു, ഭയങ്കര അടിപൊളി സ്ക്രിപ്റ്റാണ്, ഒരു 3 വർഷം എടുത്തിട്ട് നമ്മളൊരു പ്രൊഡ്യൂസറിലേക്ക്, ഒരു ആക്ടറിലേക്ക് എത്തി, ഒരു സിനിമ വന്നു സെയിം കണ്ടന്റിലുള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? 3 വർഷം പോയി, എല്ലാം പോയി. അപ്പം നമ്മൾ പാരലലി ഐഡിയ, ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന സിനിമകളല്ലാതെ തന്നെ ഒരുപാട് ഐഡിയാസ് നമ്മൾ കൂടെ ഉള്ളവരുടെ അടുത്തായാലും അല്ലാതെയും ഞാൻ പുറത്തുനിന്ന് കഥകൾ കേൾക്കാറുണ്ട്. സിനോപ്സിസ് വാങ്ങും, ഇഷ്ടപ്പെട്ട് മെയിൽ ചെയ്ത് വാങ്ങിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിക്കും. ഒരുപാട് സ്ക്രിപ്റ്റുകൾ വായിക്കാറുണ്ട് പുതിയ ആൾക്കാരുടെ തന്നെ. അപ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും സ്ട്രഗിളും അറിയാലോ. കാരണം യാതൊരുവിധ ഹോപ്പില്ലാതെ നടക്കുന്ന ഒരു ടൈമായിരിക്കും അത്. ഒരു ഹോപ്പും ഉണ്ടാവില്ല, എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടുക എന്നുള്ളതിലാണ്. അപ്പോൾ ആരെയും അങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടാറൊന്നുമില്ല, എല്ലാം കേൾക്കാറുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ടോക്കിംഗ് ടു യു. ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ എപ്പിസോഡിലും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ പുറത്തു നിന്ന് ഒരാൾ അകത്ത് നിന്നുള്ള ആളോട് സംസാരിക്കുമ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഒന്ന് വേറെ തന്നെയായിരിക്കും. എസ്പെഷ്യലി ഇഫ് യു ആർ, ഐ ലവ് മൂവീസ്. ഈ പറഞ്ഞ പോലെ എനിക്ക് മൂവീസ് കാണാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരു ആൾക്ക്, മുന്നിലിരിക്കുന്ന ആൾക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും കഥകൾ പറയാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഐ എം ഓൾസോ ക്യൂരിയസ് ആൻഡ് എക്സൈറ്റഡ് ആൻഡ് ഐ വാസ് വെരി ഹാപ്പി ടോക്കിംഗ് ടു യു. Thank you so much for coming. All the very best for all your future endeavors. Thank you so much. Thank you so much.